ചോദ്യം മനസ്സിൽ വെച്ചാൽ പോരാ, അത് ആണത്തത്തോടെ നട്ടെല്ല് നിവർത്തി ചോദിക്കാനുള്ള ആർജവം ഉണ്ടാവണമെന്ന് ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ തിരിഞ്ഞു നടന്നു വന്നു പറഞ്ഞത് രാഷ്ട്രീയ കേരളം കേട്ടു. എന്തോ വലിയ കാര്യം ചെയ്ത പോലെ ഒരാളങ്ങ് എണീറ്റ് നിൽക്കുകയാണ്. മുൻപേ കൂട്ടി കാലേ കൂട്ടി തയ്യാറെടുത്ത് തീരുമാനിച്ചെടുത്ത ഒരു തിരക്കഥയിൽ പൊതിഞ്ഞെടുത്ത നാടകം എന്നുള്ളതല്ലാതെ ആ അസംബന്ധത്തെ എന്താണ് പറയാൻ സാധിക്കുക? ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് തോന്നിപ്പിക്കുന്നയാൾ, കേരളത്തിലെ മാധ്യമ സംസ്കാരത്തെ ചവറ്റുകൊട്ടയിലിട്ട ഒരാൾ എണീറ്റ് നിന്നിട്ട് പറയാ CMA ഇത് മോശമാണ്, കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രം ആൻസർ പറയാനാണെങ്കിൽ എന്തിനാണ് വിളിക്കുന്നതെന്ന്. ഇന്ന് വലത് സൈബറിടങ്ങൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് ചുണക്കുട്ടി, ആൺകുട്ടി, ഇരട്ടച്ചങ്കനെ പൊളിച്ചടുക്കിയാളെന്നൊക്കെ പറയുമ്പോൾ ഒരൊറ്റ മറുപടി ഇതിനുള്ളൂ. ഈ രാജ്യത്തെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് കണ്ണടച്ചിരുന്ന മുഖ്യമന്ത്രിയല്ല സാക്ഷാൽ പിണറായി വിജയൻ. 1 മണിക്കൂർ നിങ്ങൾ എണ്ണു, 2 മണിക്കൂർ ഈ തുടർച്ചയായി മാധ്യമ സമ്മേളനം നീണ്ടു പോകുമ്പോൾ ആരോടാണ് നിങ്ങൾ ഈ കൊഞ്ഞനം കുത്തുന്നത്? ദേശാഭിമാനിയുടെയും കൈരളിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രം 2 മണിക്കൂർ, 1 മണിക്കൂർ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആൻസർ പറഞ്ഞെന്നോ? നിങ്ങൾ പറയുന്ന സമയത്ത് ഇനി ചോദ്യമുണ്ടോ നിങ്ങൾക്ക്, ഞാൻ അവസാനിപ്പിക്കാം നമുക്ക് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയ എത്ര അഭിമുഖങ്ങൾ, എത്ര പ്രസ് കോൺഫറൻസുകൾ ഇവിടെ ഡിജിറ്റൽ സ്പേസിൽ അവൈലബിൾ ആണ്. അതിനെ മുഴുവൻ കാറ്റിൽ പറത്തിയിട്ട് ഇലക്ഷനിൽ ഒരു വിഷയം കിട്ടാത്ത കോൺഗ്രസിൻ്റെ നാണം കെട്ട കൂട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്ത തിരക്കഥയാണ് ആ കാണിച്ച ആക്രോശം മുഴുവനും. പറയണം മറുപടി എന്നുള്ള ആർജവത്തോടെ ഈ നാടിൻ്റെ നായകൻ തിരിച്ചു നടന്നു വന്നിട്ട് പറയാ, ചോദ്യം മനസ്സിൽ വെച്ചാൽ പറയാൻ കബഡി നിരത്താൻ ഞാൻ ജോത്സനല്ല കേട്ടോ. കൃത്യമായ ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് ഞാൻ മറുപടി പറയും. ഇവിടെ ദേശാഭിമാനിയെയും കൈരളിയെയും നോക്കി ഞാൻ ഇന്നുവരെ ഒരാൻസറും പറഞ്ഞിട്ടില്ല. ആര് ചോദിച്ചാലും അവരുടെ സമയത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് വെറും പ്രഖ്യാപനങ്ങളല്ല, 100% ഡിജിറ്റൽ സ്പേസിൽ ഇതിൻ്റെ തെളിവുകളുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുഴുവനും ഇരുന്നു മറുപടി പറഞ്ഞ ഈ നാടിൻ്റെ നായകനായ, ഇരട്ടച്ചങ്കനായ, ആണൊരുത്തനായ മുഖ്യമന്ത്രി വലത് സൈബറിടങ്ങൾ മുഴുവനും വെറുതെ കിടന്നിങ്ങനെ പുലമ്പുകയാണ് ഈ രാഷ്ട്രീയ കേരളത്തിൽ ഒരു വിഷയം കിട്ടാതെ. കഴിഞ്ഞ 10 വർഷം ഈ സർക്കാരിനെതിരെ പറയാൻ വിഷയദാരിദ്ര്യം അനുഭവിച്ച കോൺഗ്രസ് കൂട്ടങ്ങളാണ് ഇതിനു മുമ്പിലെന്നും പറയാതെ വയ്യ.